Hi students, welcome to my YouTube channel. So in this class we will discuss about the topic least cost method. That's a method to find the basic feasible solution of a transportation problem. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. The method, least cost method, is the method to find the basic feasible solution of a transportation problem. എന്താണ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് എന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് എക്സ്പ്ലനേഷൻ തരാം. So consider a transportation problem with 3 sources ABC and 4 destination points 1, 2, 3 and 4. The availability in the supply points are 40, 60 and 50 units respectively, and the requirements are 20, 30, 50 and 50 respectively. This table shows the unit cost of transportation. നമുക്ക് തന്നിരുന്ന ക്വസ്റ്റിനെ നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തു, ഇങ്ങനെ ഒരു ടേബിളായിട്ട് ചേഞ്ച് ചെയ്തു. We have table gives the unit cost of transportation of items in each sources to 4 destinations. Okay. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ചെക്ക് വെദർ ദ ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആണെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാലൻസ്ഡ് ആണ്, അതർവൈസ് ഇറ്റ് ഈസ് അൺബാലൻസ്ഡ്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഫ്രം ദ അവൈലബിൾ പൊസിഷൻസ് ഫൈൻഡ് ദ വൺ വിത്ത് മിനിമം കോസ്റ്റ്. തന്നിരിക്കുന്ന ടേബിളിൽ നിന്നും മിനിമം കോസ്റ്റ് വരുന്നത് എവിടെയാണെന്നുള്ളത് നോക്കാം. If there are 2 or more minimum cost, select the lower numbered row. ഒന്നിൽ കൂടുതൽ മിനിമം കോസ്റ്റ് നമുക്ക് അവിടെ വരുന്നെങ്കിൽ, ഓക്കെ, ഒന്നിൽ കൂടുതൽ മിനിമം കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിൽ ലോവർ നമ്പേർഡ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് ചൂസ് ചെയ്യുക. അവിടെയായിരിക്കും അലോക്കേഷൻ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇനി അതുപോലെ ഇഫ് ദേ ആർ ഇൻ ദ സെയിം റോ, സെലക്ട് ദ ലോവർ നമ്പേർഡ് കോളം. ഇനി മിനിമം കോസ്റ്റ് വരുന്നത് ഒരേ റോയിലാണെങ്കിൽ അവിടുത്തെ ലോവർ നമ്പേർഡ് കോളം സെലക്ട് ചെയ്യുക. ആ സെല്ലിൽ വരുന്ന ആ സെല്ലിലായിരിക്കും അലോക്കേഷൻ കൊടുക്കുന്നത് കേട്ടോ. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫൈൻഡ് ദ അവൈലബിൾ സപ്ലൈ. ഇനി നിങ്ങൾ നോർത്ത് വെസ്റ്റ് കോർണറിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് വരുന്നത്. ഇനി എന്ത് ചെയ്യുക, അതിൽ അവൈലബിൾ സപ്ലൈ ആൻഡ് റിക്വയർഡ് ഡിമാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. അലോക്കേറ്റ് ദ മിനിമം ഓഫ് ദീസ് ടു വാല്യൂസ്. സോ അപ്പോൾ ആദ്യം നിങ്ങൾ അലോക്കേഷൻ കൊടുക്കേണ്ട സെല്ല് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ അലോക്കേഷൻ കൊടുക്കേണ്ട സെല്ല് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ആ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അവൈലബിൾ സപ്ലൈ ആൻഡ് റിക്വയർഡ് ഡിമാൻഡ് നോക്കുക. അതിലെ മിനിമം വാല്യൂ ആയിരിക്കും ആ സെല്ലിൽ അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഇഫ് ദ സപ്ലൈ ഇൻ റോ ഈസ് എക്സോസ്റ്റഡ്, ക്രോസ് ഔട്ട് ദ റോ. ഓൾസോ ദ കോളം റിക്വയർമെൻറ്റ് ഈസ് എൻറ്റയർലി മെറ്റ്. ക്രോസ് ഔട്ട് ദ കോളം ആൻഡ് അപ്ഡേറ്റ് സപ്ലൈ ഓർ ഡിമാൻഡ്. നമുക്ക് തന്നിരിക്കുന്ന സോഴ്സസ് ആണല്ലോ റോ ആയിട്ട് എടുക്കുന്നത്. ഓരോ റോയിൽ വരുന്ന സപ്ലൈയും എക്സോസ്റ്റഡ് ആണെങ്കിൽ ആ റോ ക്രോസ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ കോളത്തിലെയും റിക്വയർമെൻറ്റ് കംപ്ലീറ്റ്ലി മെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ കോളം ക്രോസ് ഔട്ട് ചെയ്ത് കളയുക. ഇനി ക്രോസ് ഔട്ട് ചെയ്ത് കളയുന്ന കൂട്ടത്തിൽ തന്നെ അവിടുത്തെ സപ്ലൈയോ ഡിമാൻഡോ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം. ഓക്കെ, സപ്ലൈയും ഡിമാൻഡും ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ലാസ്റ്റ് വരുന്ന റിപ്പീറ്റ് സ്റ്റെപ്പ് 1 to 3 till all the supplies are used, okay, or all requirements are met. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്തെടുക്കണം. എങ്ങനെയാണ് നോക്കാം കേട്ടോ. ഫ്രം ദ അവൈലബിൾ പൊസിഷൻസ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ മിനിമം കോസ്റ്റ് കോഎഫിഷ്യൻറ്റ്. ഇവിടെ നോക്കാമല്ലോ, ഇവിടുത്തെ മിനിമം കോസ്റ്റ് വരുന്നത് എത്രയാണ്? 4 ആണല്ലോ വരുന്നത്. സോ ഹിയർ 4 ഈസ് എ മിനിമം കോസ്റ്റ്. ഇനി എന്ത് ചെയ്യുക, 4 ആണ് ഇവിടുത്തെ മിനിമം കോസ്റ്റ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ അലോക്കേഷൻ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇനി അലോക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഐഡൻറ്റിഫൈ ദ സപ്ലൈ പോയിന്റ് ആൻഡ് ദ ഡിമാൻഡ് പോയിന്റ്. സപ്ലൈ പോയിന്റ് ഈസ് 40 ആൻഡ് ദ ഡിമാൻഡ് പോയിന്റ് ഈസ് 20. അതിലെ മിനിമം വാല്യൂ ഇവിടെ അലോക്കേറ്റ് ചെയ്യുക. മിനിമം വാല്യൂ എത്ര വരുന്നത്? 20 ആണല്ലോ. 20 ഞാനിവിടെ അലോക്കേറ്റ് ചെയ്തു. 20 വരുന്ന കോളം അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുക. Therefore, the requirement in first destination is completely met. ഇതിലെ സപ്ലൈ പോയിന്റ്സിൽ നിന്ന് 20 യൂണിറ്റ്സ് ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. സോ അപ്പോൾ ഇനി ഇത് എത്ര വരുന്നു? Therefore, the supply in source A is reduces to 20. ഇനി ബാലൻസ് വരുന്നത് 20 യൂണിറ്റ്സ് ആയിരിക്കും. ടോട്ടൽ 40 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു സപ്ലൈ. സോഴ്സ് എയിൽ ടോട്ടൽ സപ്ലൈ 40 യൂണിറ്റ്സ് ആയിരുന്നു. ആ 40 യൂണിറ്റ്സിൽ 20 യൂണിറ്റ്സ് ഇവിടെ ഓൾറെഡി സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സോ അപ്പോൾ ബാലൻസ് സപ്ലൈ ഇൻ സോഴ്സ് എ വരുന്നത് 20 യൂണിറ്റ്സ്. Therefore, the supply in source A is reduces to 20 units. ഇനി identify the next minimum cost of the remaining positions. Here we have 6 is the next minimum cost. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ
the minimum cost 6 belongs to 3 positions. 3 പൊസിഷൻസിൽ നമുക്കിവിടെ 6 വരുന്നുണ്ട്. ഫോർ മോർ മിനിമം കോസ്റ്റ് സെലക്ട് ദ ലോവർ നമ്പേർഡ് റോ. ഓക്കെ, ലോവർ നമ്പേർഡ് റോയിൽ വരുന്ന മിനിമം കോസ്റ്റ് ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. സോ ഇപ്പോൾ കണ്ടോ 6 വരുന്നത് ഫസ്റ്റ് റോയിൽ വരുന്നുണ്ട്, സെക്കൻഡ് റോയിൽ വരുന്നുണ്ട്, തേർഡ് റോയിൽ വരുന്നുണ്ട്. അതിൽ ലോവർ നമ്പേർഡ് റോയിൽ വരുന്ന 6 ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് റോയിൽ വരുന്ന 6 ഇവിടെ ചൂസ് ചെയ്യാം. ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിൽ വരുന്ന സെൽസിലാണ്, ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിൽ വരുന്ന സെല്ലിലാണ് നമ്മൾ അലോക്കേഷൻ കൊടുക്കുന്നത്. സോ അപ്പോൾ അലോക്കേഷന് വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ദ മിനിമം വാല്യൂ ഓഫ് ദ സപ്ലൈ പോയിന്റ്. Identify the minimum value out of the supply point and the demand point. Here the supply is 20 units and the demand is 30 units. Here 20 is the minimum value, so here we allocate 20. So അപ്പോൾ ഇവിടെ 20 നമ്മൾ allocate ചെയ്തു. ആ 20 വന്നിരിക്കുന്ന റോ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. That means, so here the total requirement in destination 2 is 30 units ആയിരുന്നു. ഡെസ്റ്റിനേഷൻ 2ൽ വരുന്ന ടോട്ടൽ റിക്വയർമെൻറ്റ് 30 യൂണിറ്റ്സ് ആണ്. നമുക്കിവിടെ 20 യൂണിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. സോ അപ്പോൾ ഇവിടെ ബാലൻസ് ഇനി 10 യൂണിറ്റ്സ് കൂടി ഡെസ്റ്റിനേഷൻ 2യിലോട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. Therefore, the requirement in destination 2 is reduces to 10. ഇനി അടുത്ത വരുന്നത് ഐഡൻറ്റിഫൈ ദ നെക്സ്റ്റ് മിനിമം കോസ്റ്റ് റിമൈനിങ് പൊസിഷൻ. സോ ഹിയർ 6 ഈസ് ദ നെക്സ്റ്റ് മിനിമം കോസ്റ്റ്. പക്ഷേ 6 ഇവിടെ 2 പൊസിഷൻസിൽ വരുന്നുണ്ട് അല്ലേ. സെക്കൻഡ് റോയിലും വരുന്നുണ്ട്, തേർഡ് റോയിലും വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ലോവർ നമ്പേർഡ് റോയിൽ വരുന്ന മിനിമം കോസ്റ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് റോയിൽ വരുന്ന 6 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെയാണ് നമ്മൾ അലോക്കേഷൻ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ദ മിനിമം വാല്യൂ ഔട്ട് ഓഫ് ദ സപ്ലൈ പോയിന്റ് ആൻഡ് ദ ഡിമാൻഡ് പോയിന്റ്. നമുക്ക് ഇവിടെ നോക്കാം. ഹിയർ ദ സപ്ലൈ പോയിന്റ് ഈസ് 60 യൂണിറ്റ്സ് ആൻഡ് ദ ഡിമാൻഡ് പോയിന്റ് ഈസ് 50 യൂണിറ്റ്സ്. ഇതിൽ മിനിമം വരുന്നത് എത്രയാണ്? 50 ആണല്ലോ. മിനിമം വാല്യൂ ഞാനിവിടെ അലോക്കേറ്റ് ചെയ്തു. ആ 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളം ക്യാൻസൽ ചെയ്തു, തേർഡ് കോളം ക്യാൻസൽ ചെയ്തു. ദാറ്റ് മീൻസ് ദ റിക്വയർമെൻറ്റ് ഇൻ ഡെസ്റ്റിനേഷൻ 3 ഈസ് കംപ്ലീറ്റ്ലി മെറ്റ്. ഓക്കെ, ഡെസ്റ്റിനേഷൻ 3യിലോട്ട് ആവശ്യമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ 3യിലെ ഡിമാൻഡ് അവർ ഫുൾഫിൽ ചെയ്തു. സോ അപ്പോൾ തേർഡ് കോളം ക്യാൻസൽ ചെയ്തു. ഇനി സോഴ്സ് ബിയിലെ ഇവിടെ അലോക്കേഷൻ കൊടുത്തപ്പോൾ സോഴ്സ് ബിയിലെ ഇനി സപ്ലൈ പോയിന്റ് റിഡ്യൂസ് ചെയ്തു. ടോട്ടൽ സപ്ലൈ 60 യൂണിറ്റ്സ് ആയിരുന്നു അല്ലേ. ടോട്ടൽ സപ്ലൈ ഇൻ സോഴ്സ് ബി 60 യൂണിറ്റ്സ് ആയിരുന്നു. ഇതിൽ 50 യൂണിറ്റ്സ് നമ്മൾ ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ അപ്പോൾ ബാലൻസ് വരുന്ന എത്രയാണ്? 10 യൂണിറ്റ്സ് ആണ്. Therefore, the supply in source B is reduces to 10 units. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യാം. Now identify the minimum cost out of the remaining position. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 7 ആണ് അടുത്ത മിനിമം കോസ്റ്റ് വരുന്നത്. ആ 7 2 പൊസിഷൻസിൽ വരുന്നുണ്ട്. സെക്കൻഡ് റോയിലും വരുന്നുണ്ട്, തേർഡ് റോയിലും വരുന്നുണ്ട്. സോ allocate. So here we choose the lower numbered row. That means ഇവിടെ സെക്കൻഡ് റോയിൽ വരുന്ന ഈ 7 ആണ് നമ്മൾ മിനിമം കോസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇവിടെയാണ് അലോക്കേഷൻ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. സോ അപ്പോൾ അലോക്കേഷന് വേണ്ടിയിട്ട് ഇവിടുത്തെ സപ്ലൈ പോയിന്റ് 10 ആണ്, ഡിമാൻഡ് പോയിന്റ് 50 ആണ്. അതിലെ മിനിമം വാല്യൂ ആണ് ഇവിടെ അലോക്കേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ 10 നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്തു. 10 വന്നിരിക്കുന്ന റോ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുക. സോ സെക്കൻഡ് റോ നമ്മൾ ക്യാൻസൽ ചെയ്യണം കേട്ടോ. ദാറ്റ് മീൻസ് the supply in source B is exhausted. സോഴ്സ് ബിയിൽ വരുന്ന സപ്ലൈ കഴിഞ്ഞു. ഇനി ഇവിടെ 10 നമ്മൾ അലോക്കേറ്റ് ചെയ്തപ്പോൾ ഫോർത്ത് ഡെസ്റ്റിനേഷൻസിലെ റിക്വയർമെൻറ്റ് നോക്കുക. ഇനി ഫോർത്ത് ഡെസ്റ്റിനേഷനിൽ ടോട്ടൽ റിക്വയർമെൻറ്റ് 50 യൂണിറ്റ്സ് ആയിരുന്നു. പക്ഷേ ഇവിടെ 10 യൂണിറ്റ്സ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാലൻസ് ഇനി എത്ര യൂണിറ്റ്സ് കൂടി അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? 40 യൂണിറ്റ്സ് കൂടി നാലാമത്തെ ഡെസ്റ്റിനേഷൻസിലോട്ട് നമുക്ക് കൊടുക്കാനുണ്ട്. സോ അപ്പോൾ the requirement in the requirement in destination 4 is reduces to 40. ഇനി ബാലൻസ് വരുന്ന നോക്കുക. ബാലൻസ് ഇവിടെ നമുക്ക് വരുന്ന 2 കോസ്റ്റ് വരുന്നുണ്ട്, 7ഉം 8ഉം. ഇതിലെ മിനിമം കോസ്റ്റ് 7 ആണ്. ഇവിടെ ഞാൻ ഇതിനെ അലോക്കേഷൻ കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഹിയർ ദ സപ്ലൈ പോയിന്റ് ഈസ് 50 യൂണിറ്റ്സ് ആൻഡ് ദ ഡിമാൻഡ് പോയിന്റ് ഈസ് 10 യൂണിറ്റ്സ്. സോ 10 ഈസ് എ മിനിമം വാല്യൂ. സോ അപ്പോൾ ഞാനിവിടെ 10 ഇവിടെ അലോക്കേറ്റ് ചെയ്തു. 10ന് നേരെ വരുന്ന കോളങ്ങ് ക്യാൻസൽ ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ ഇവിടെ
ഈ 10 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ദാറ്റ് മീൻസ് ദ റിക്വയർമെൻറ്റ് ഇൻ ഡെസ്റ്റിനേഷൻ 2 ഈസ് കംപ്ലീറ്റ്ലി മെറ്റ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ 2യിലോട്ട് നമ്മൾ 10 യൂണിറ്റ്സ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഫ്രം സോഴ്സ് സി. സോഴ്സ് സി ആണ് ഡെസ്റ്റിനേഷൻ 2യിലോട്ട് ഈ ഐറ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 10 യൂണിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോഴ്സ് സിയിൽ വരുന്ന അവൈലബിൾ സപ്ലൈ എന്ന് പറയുന്ന 50 യൂണിറ്റ്സ് ആയിരുന്നു. ആ 50 യൂണിറ്റ്സിൽ നിന്നും 10 യൂണിറ്റ്സ് ഇങ്ങോട്ടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ അപ്പോൾ സോഴ്സ് സിയിൽ വരുന്ന ബാലൻസ് സപ്ലൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40 യൂണിറ്റ്സ്. Therefore, the supply in source C is reduces to 40 units. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ലാസ്റ്റ് ഒരൊറ്റ സെല്ലാണ് ഇപ്പോൾ ഇവിടെ ബാലൻസ് വന്നിരിക്കുന്നത്. സോ ഈ സെല്ലിലാണ് ഇനി അലോക്കേഷൻ കൊടുക്കുന്നത്. കണ്ടോ, അലോക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സപ്ലൈ പോയിൻറ്റും ഡിമാൻഡ് പോയിൻറ്റും 40 ആയിട്ട് വന്നിരിക്കുന്നത്. സോ അപ്പോൾ 40 നമുക്കിവിടെ അലോക്കേറ്റ് ചെയ്തു. സോ അപ്പോൾ സപ്ലൈ പോയിൻറ്റും ഡിമാൻഡ് പോയിൻറ്റും ക്യാൻസൽ ചെയ്തു. ദാറ്റ് മീൻസ് ദ സപ്ലൈ ഇൻ സോഴ്സ് സി ഈസ് exhausted and also the requirement in destination 4 is completely met. Okay, that means requirements have been met and the supplies from all the rows are used. We have a basic feasible solution. Therefore, we observe that there are allocations and the total cost is allocation into cost, that is 20 into 40 plus 20 into 6 plus 50 into 6 plus 10 into 7 plus 10 into 7 plus 40 into 8. 960 is the total cost by least cost method. സോ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. സോ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്